നമസ്കാരം. മഞ്ഞൾ വെച്ചിട്ട് കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മഞ്ഞുമൽ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ മഞ്ഞുമലിന്റെ സ്വന്തം കഥ പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഇപ്പൊ മലയാള സിനിമ ലോകത്തെ ചർച്ചാ വിഷയം എന്ന് പറയാൻ പറ്റും. മലയാളം മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് തുറന്നു കഴിഞ്ഞാൽ മറ്റ് ഭാഷകളിലും ഈ മഞ്ഞുമൽ ബോയ്സ് വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പോൾ റിയൽ മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. ശരിക്കും ഒരു സിനിമാ ലോകം പോലെ, അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ശരിക്കും ഭയങ്കര സ്റ്റാർ ആയിരിക്കുകയാണ്. കാരണം എവിടെയായാലും റിയൽ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ് എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഇത്ര വർഷം കഴിഞ്ഞിട്ടും അത് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ആദ്യമുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താ? ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ മുതൽ ഇപ്പൊ വരെയുള്ള നിമിഷങ്ങളിൽ. ഒരു രാത്രി കൊണ്ട് സ്റ്റാർസ് ആയതല്ല, 2006 തൊട്ട് ഞങ്ങൾ സെലിബ്രിറ്റീസ് ആയിരുന്നു. അന്നേരം കുറച്ച് നാള് അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല. അന്ന് ഭയങ്കര വാർത്തകളായിരുന്നു. കൂട്ടേട്ടന് രാഷ്ട്രപതിയുടെ ആദ്യത്തേക്കുള്ള അവാർഡ് കിട്ടി, കാര്യങ്ങൾ ചെയ്ത് അന്ന് എല്ലാ പത്രങ്ങളിലും എല്ലാ ന്യൂസ് ചാനലിലും ഓൾ ഇന്ത്യ പ്ലസ് ഗൾഫ് എഡിഷനിൽ വരെ വാർത്തകൾ വന്നതാണ്. പിന്നീട് ഇത് സിനിമയാക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നു. അവർക്കൊന്നും അത് എടുക്കാൻ പറ്റാതെ പോയി. കാരണം അതൊരു ചെറിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ ഒരു സംഭവമാണ്, ഇത്രയും വലിയൊരു സെറ്റ് ഇട്ട് ഈ സംഭവത്തിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നടത്തണം. അതുകൊണ്ട് ഇത് നടക്കാതെ പോയി. ഇപ്പൊ 4ാമതായിട്ട് ഇവര് വന്നപ്പോഴും നമ്മൾ നടക്കൂലെന്നാ വിചാരിച്ച്. കാരണം ഇത് ഇത്രയും പോയി വരുമ്പോ അത് ഈ സെറ്റ് എടുക്കണം, ഇതിന്റെ ഉള്ളിലുള്ള ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദുർഘടമായ ഷൂട്ടിംഗ് ആണ് ഇതൊക്കെ. അതൊക്കെ നടക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് സൗബിക, ഷോൺ, ഒരു പ്രൊഡ്യൂസർമാര് അവര് കട്ടക്ക് നിന്ന് ഈ സാധനം അവര് ഉറപ്പായിട്ട് തീർക്കണം എന്ന് അവര് മനസ്സുകൊണ്ട് വിചാരിച്ച്. പിന്നെ ആർട്ട് വർക്ക് ചെയ്തേക്കണ അജയൻ ചേട്ടനാണ്. പുള്ളിയുടെ അസാമാന്യ വർക്കാണ് ആ സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ചിദംബരത്തിനൊന്നും പറയാനില്ല. ഗണപതി ചിദംബരമാണ് ആ പടം അവരെല്ലാരും ക്രിയേറ്റ് ചെയ്ത് പറയാനില്ലത്. സൗഹൃദത്തിന്റെ ആ ഒരു സംഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരതൊരു നല്ല സിനിമയായിട്ട് എടുത്തു. ഇനി അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാം. കുട്ടേട്ടാ, ഇപ്പൊ എല്ലാരും കുട്ടേട്ടാന്നാണല്ലോ വിളിക്കുന്നത്. എല്ലാരും ഇപ്പൊ മാറിപ്പോയി. അതെ, ഇടക്ക് കുട്ടാന്ന് വിളിക്കും, സ്നേഹം വരുമ്പോ കുട്ടേട്ടാന്ന് വിളിക്കും. സുഭാഷിനെ വിളിക്കുന്ന സുഗുണമാണ്ടാ. ഇപ്പൊ എന്റെ പേര് സിജു എന്നുള്ള പേര് മാറി. ഇപ്പൊ എല്ലാവരും കുട്ടേട്ടെന്നാ വിളിക്കാൻ തുടങ്ങിയത്. സുഗുണൻ, അതാണ് സുഗുണൻ വിളിക്കണ. സുഗുണൻ, അതെ. അല്ല, വീട്ടിലൊക്കെ എന്താ ഈ പറഞ്ഞ പോലെ ഇത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ വിളിക്കണേ വീട്ടില്? സുഭാഷ് മോനെ വിളിക്കും, മോനെ വിളിക്കൂ. കുട്ടേട്ടാ, എല്ലാരും കുട്ടേട്ടാന്നല്ലേ വിളിക്കണേ? എല്ലാരും കുട്ടേട്ടാ. ശരിക്കുള്ള പേര് ഇപ്പൊ പറഞ്ഞ പോലെ പലരും ചോദിക്കണല്ലോ ശരിക്കുള്ള പേര് കുട്ടേട്ടാന്നല്ലേ? അതെ, എല്ലാരും കുട്ടേട്ടനായി. ഇപ്പൊ സിജു എന്നാണ് ശരിക്കും പേര്. ഇപ്പൊ എന്നാ അതെ, ഇപ്പൊ കമ്പനിയിലുള്ള കൂട്ടുകാരൊക്കെ സിജു എന്ന് വിളിക്കുന്നത്. ഇപ്പൊ അവരും കുട്ടേട്ടെന്നാ വിളിക്കുന്നത്. എല്ലാരും കുട്ടേട്ടനായി. ഇപ്പൊ ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്തപ്പോ മുതല് ഇതൊരു ഭയങ്കര പൊളിപ്പടം, അല്ലെങ്കിൽ ഭയങ്കര കോമഡി പടം എല്ലാരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെയും അല്ലെങ്കിൽ ഒരു സർവൈവൽ സ്റ്റോറി പറയുമ്പോ മലയാളത്തില് വന്നിട്ടുള്ള ഒരുപാട് സർവൈവൽ സിനിമകൾ വന്നിട്ടില്ല. പക്ഷെ എന്നാലും വന്നതിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിട്ട് മഞ്ഞുമൽ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ് സ്ക്രീനിൽ കാണുന്നത്. പലരുടെയും കണ്ണ് അറിഞ്ഞു. നിങ്ങളുടെ കണ്ണ് എത്രത്തോളം കണ്ണെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരഞ്ഞത് അത് ഞങ്ങ അന്ന് അനുഭവിച്ച അനുഭവം വീണ്ടും ഇതേപോലെ കാണിച്ചു കഴിയുമ്പോ നല്ലോണം കരഞ്ഞുപോയി. ഞങ്ങ അന്ന് അനുഭവിച്ചത് തന്നെയാണ് അവര് ഇപ്പൊ സിനിമയിൽ കാണിച്ചത്. അപ്പൊ അതിനെക്കാട്ടും കൂടുതൽ വീണ്ടും കൂടി സങ്കടം ഒന്നും കൂടി വന്നു അന്ന് അനുഭവിച്ചതിനെക്കാട്ടും. അതായത് ഞങ്ങൾക്ക് ഇൻസിഡന്റ് അറിയാം, ഞങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയാം, എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫീലിംഗ് വന്നുപോയി. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഇപ്പൊ ഇന്ന് തുടങ്ങി ഞങ്ങൾക്ക് പല സ്ഥലത്തുനിന്നും റെസ്പോൺസ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അവര് തിയേറ്ററിൽ ഇരുന്ന് ഇത് കണ്ട് കരഞ്ഞ് ആ ഒരു ഇതാണ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട്, ഇമോഷനാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ശരിക്കും അതിന് ചിദംബരത്തിന് ഒരു ഗ്രേറ്റ് താങ്ക്സ്. ഈ കാസ്റ്റിംഗിലൊക്കെ വന്നപ്പോഴേ നിങ്ങൾ കറക്റ്റ് ശരിക്കും സിനിമയിൽ നിങ്ങളെ കാണുന്ന പോലെ തന്നെയാണ്. ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് ഉള്ള അഭിപ്രായം, അതായത് ഞങ്ങളുടെ എല്ലാവരുടെ അമ്മമാര് എല്ലാവരും കണ്ടിട്ട് നമ്മ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ സംഭവങ്ങളാണ് ഈ കാണുന്നത്. ശരിക്കും ഞങ്ങളെയാണ് അവര് അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്.
പിന്നെ ഇവര് നമ്മള് നേരത്തെ ആയിട്ട് ഇവര് വന്ന് നമ്മളെ പഠിച്ച് ഇവരത് ചെയ്തതാണ്. നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടർ അവര് എടുത്തവരത് ചെയ്ത് അടിപൊളിയായിരുന്നു. ഇല്ല, ഇവര് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണു, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് അവര് ഇന്റർവ്യൂ ആയിട്ട് തന്നെയല്ല, ഞങ്ങായിട്ട് കമ്പനി അടിച്ച് അവര് ഞങ്ങളെ അറിയണേർന്ന്. അങ്ങനെ ഓരോരുത്തരെ അറിയണേർന്ന്. പെരുന്നാളാർന്ന് മഞ്ഞുമൽ പള്ളിയില. അപ്പൊ ഒരു ദിവസം വിളി വന്ന് ചിതു വിളിച്ചേക്കണേ ഡയറക്ടർ, സിക്സിൻ ചേട്ടാ എവിടെയാണെന്ന് ചോദിച്ചു വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെ ഉണ്ട്, ഒന്ന് ഞങ്ങൾ വരാമോ വീട്ടിലോട്ട്. ഞാൻ നോക്കിയപ്പോ ബാസി എന്ന് വെച്ചാല് അപ്പൊ പൊന്നോ. അപ്പൊ തന്നെ ഞാൻ ബാസ്യ നമ്മ ഫസ്റ്റ് കാണുന്നുണ്ട് ബാസിനെ. അവ ബാസി വന്നേക്കണ. ബാസി അപ്പൊ തന്നെ വീട്ടിൽ കയറിയിട്ട് ഇരുന്നിട്ട് ആ ടേബിളിൽ ഇരുന്നേക്കണേ. സിക്സിൻ ചേട്ടാ എടുത്തോ, എന്താന്ന് വെച്ചാൽ എടുത്തോ, നമുക്ക് കഴിക്കാം. അവ ഞങ്ങളെ ആ പെട്ടെന്നുള്ള അവരത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യവും വീട്ടിൽ വന്ന് എല്ലാവരും പോകും. ബാസി മാത്രമല്ല കേട്ടോ, ഫുൾ ക്രൂ അവരുടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവര് ഞങ്ങളെ പഠിക്കാൻ വേണ്ടി വന്നാണ്. നമുക്കിത് അറിയാൻ പോണ. പക്ഷെ ഞങ്ങളുടെ ക്യാരക്ടർ, ഞാൻ സിക്സൻ എന്ന് പറഞ്ഞ ബാലോറീസാണ് സിനിമ ചെയ്യുന്നത്. ഞാൻ പണ്ടോട്ട് കുറച്ച് ഇച്ചിരി ഓളിയും കൂടുതലാണ്. പണ്ടോട്ട് നമ്മൾ സംസാരമൊക്കെ ആവേശക്കാരനാണ്. ആവേശം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓളിയും കൂടുതലാണ്. സൗണ്ട് ഇപ്പൊ അവിടെ ഇവിടെന്ന് വിളിക്കും. ഇവിടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കേൾക്കും. ഓക്കെ റിട്ടേൺ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടിടണം. അതേപോലെയുള്ള ഒരു സീനാണ് അത്. ബാലു ഈ സിനിമയില് എന്റെ കറക്റ്റ് സാധനം ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോ, എനിക്ക് സത്യം സിനിമ കണ്ടപ്പോ ഭയങ്കര കരഞ്ഞു പോയി. അത്രക്ക് ഞങ്ങളാ 2006 ഞങ്ങൾ പോയതിനെക്കാട്ടും അവര് അതിനെക്കാട്ടും എല്ലാവരും ഫുൾ റോള് നല്ല സൂപ്പറായിട്ട് അവർ എല്ലാ ആക്ടേഴ്സും. സൗബിക കുട്ടേട്ടൻ ചെയ്തേക്കണത് ഒന്നും പറയാനില്ല, അടിപൊളി. സുധി നമ്മളെ ദീപക് ചെയ്തേക്കണ ആ സുധിരൊക്കെ ആ നിപ്പില്ലേ, ആ നിപ്പ്, ആ സിനിമയിലെ നിപ്പ് കാണുമ്പോ തന്നെ ആ ഒരു കറക്റ്റ് ഒന്നും പറയാനില്ല. അല്ല, ഒരു പ്രത്യേക ഘട്ടത്തില് സുഭാഷ് എന്ന് പറഞ്ഞൊരു വിളി ഉണ്ടല്ലോ, ശരിക്കും അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഒന്നടങ്കം വിളിച്ച സംഭവമാണ് സുഭാഷ് എന്നുള്ളത്. ശരിക്കും എങ്ങനെയായിരുന്നു ആ വിളിച്ചപ്പോഴുള്ള ഒരു ഭാഷയെന്ന് വിളിന്ന് പറഞ്ഞ ഒരു 1/2 മണിക്കൂറോളം അവനെ വിളിച്ചിട്ട് അനക്കം ഉണ്ടായില്ല. ആ ഒരു വിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് ചങ്ക് പൊട്ടിയുള്ള വിളിയായിരുന്നു. കാരണം ആ ഒരു വിളി, ആ ഒരു സൗണ്ടാണ് സുഭാഷിനെ ഉണർത്തിയത് അവിടെ. അല്ലെങ്കിൽ എന്റെ വിളി കേട്ടില്ലേ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു. കാരണം അത്ര സൗണ്ടിലാണ്. ഇപ്പം പല റിവ്യൂലും ഞങ്ങൾ കണ്ടായിരുന്നു, ഇപ്പൊ ബാലുവിന്റെ ആക്ടിങ് ഓവറാണെന്നൊക്കെ ഒരു ഇത് കണ്ടായിരുന്നു. ശരിക്കും അതല്ല ശരിക്കും സംഭവിച്ചേക്കുന്നത്, അത് റിയൽ ആണ് ശരിക്കും പറഞ്ഞ. സിക്സൻ അത് ആ സിക്സൻ ഓവറാണ്. ഞാൻ പറയട്ടെ, ആ നെഞ്ചോട്ടിയുള്ള വിളിയില്ലേ, അതിന്റെ സൗണ്ട്, ആ ഒരു വിളിയിലാണ് സുഭാഷ് ശരിക്കും ഓണായത്. ഇല്ലെങ്കിൽ ചിലപ്പോ സുഭാഷിന് ആ ബോധം തെളിയൂല, അങ്ങനെ അവിടെ അങ്ങനെ കടന്ന ചിലപ്പോ ഞങ്ങൾക്ക് അവനെ കിട്ടൂലായിരുന്നു. അതാണ് അവന്റെ ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ. അത് ആ വേദന, ആ സമയത്തുള്ള വേദനയില്ലേ, ആ ഒരു വേദനയുള്ള വിളി, അത് ഒരു വിളിയല്ല വിളിക്കുന്നത്, ആ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ സുഭാഷിനെ. കാരണം ആ സൗണ്ട് ഇട്ടിട്ട് അവൻ എണീക്കോ എന്നുള്ളത്. എല്ലാരും വിളിക്കണ്ട്. ഇവന്റെ സൗണ്ട് അതിനെക്കാട്ടും ഹെവിയാണ്. അവൻ അടിപൊളി നടനാണ്. സിക്സൻ അവൻ അതേപോലെ അവൻ മാനറിസങ്ങളൊക്കെ എടുത്ത് അതുപോലെ ആക്ട് ചെയ്തു. അത് ഞങ്ങൾക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഇവൻ ഇങ്ങനെയാണെന്ന്, ഇവൻ ഇങ്ങനെയാണ്. അത് അതേപോലെ തന്നെ അവൻ ആക്ട് ചെയ്തു. ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആളുകൾക്ക് അവർക്കറിയില്ല എന്താണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള എന്താണെന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് അവർ പറയുന്നത് വെറുതെ വെഡിത്തരമാണ്. അവർക്കറിയില്ല ഇവരുടെ കൂട്ട് എന്താണെന്ന് അറിയില്ല, ഈ ഫ്രണ്ട്സിന്റെ കൂട്ട് എന്താണെന്ന് അറിയില്ല. അത് കറക്റ്റാണ് എടുത്തേക്കണത്. ചിദംബരം സമ്മതിക്കണം. ഞങ്ങളുടെ കൂടെ വന്ന് അവര് ഞങ്ങളെ അറിയാൻ വേണ്ടി കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അല്ലേ, ഞങ്ങളൊരു സാധാരണക്കാര് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ അറിയാൻ അതൊരു വലിയ കാര്യമാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കസിൻസ് ആണല്ലോ. അത് വെറുതെ തോന്നൽ മാത്രമല്ല, ഞങ്ങൾ വേറെ ഹെവിയാണ്. ഹെവി ഫ്രണ്ട്സ് ഇങ്ങനെ കിട്ടൂല. ശരിക്കും പറഞ്ഞാല് അതിനകത്ത് ചില സംഭവങ്ങള് പാട്ടിലൊക്കെ കാണിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് അതൊക്കെ അല്ല, ഞങ്ങൾ ടൂർ പോയപ്പോ ക്ലാസ് ഉണ്ട് കയ്യില്. മുതലാളിയല്ല, തൊഴിലാളിയാണ്. ഒരു ക്ലാസ് മുതലാളി കേക്കണ്ടാവൂട്ടാ. പൊട്ടി കുഴപ്പമുണ്ടാവും.
അല്ല അന്നത്തെ കുറെ ഇപ്പൊ അത് ആ കാലഘട്ടം കാണിക്കുമ്പോണ്ടല്ലോ ഈ സ്റ്റൈല് ഭയങ്കര പ്രധാന 2006 ആ സമയത്തുള്ള സെയിം ഡ്രസ് അവര് അത് തന്നെ എടുത്താണ് ഞങ്ങളുടെ കയ്യില് ഫുൾ ഫോട്ടോ. ജയൻ തരംഗം അത് വേറെ സാധനമൊക്കെ ഉണ്ട് അത് ആർക്കും ഇല്ലാതെ സുഭാഷിന് ഒരു സങ്കടം തോന്നി കാണിച്ച ബെൽ ബോട്ടം പാന്റ്. ഒരു അടിപൊളി ഫിറ്റി സ്കാർഫ് അന്നത്തെ ഒരു ട്രെൻഡ്. കാലില് ചാപ്പ കെട്ടി പിന്നെ മറ്റേ കളർ കൊന്ത പിന്നെ ഇവരെ സ്റ്റാറുള്ള വിനീൻ സിനിമയിലുണ്ട്. പിന്നെ ദീപക്കേട്ടൻ മറ്റേ സിൽക്കിന്റെ പോലത്തെ മറ്റേ ഡാവിഡ മറ്റേ ജീൻലാൽ ഇടുന്ന ആ ഒരു കറക്റ്റ് കോസ്റ്റ്യൂം പറഞ്ഞു. ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ അവര് ഒന്ന് വെച്ചാല് മാക്സിമം അവര് ആ കോസ്റ്റ്യൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഫുള്ള് അത് തന്നെയായിരുന്നു. അല്ല ഇപ്പൊ കൂട്ടത്തില് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രസാദേട്ടനെ കുറിച്ചിട്ട് ഭയങ്കര അധികം അല്ലെങ്കിൽ കറക്റ്റ് കാസ്റ്റിങ്ങിനെ മാത്രല്ല പെർഫോമൻസ് അവിടെ നീളം ഭയങ്കര ഒരു സട്ടിലായിട്ട് ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് യാത്രകൾ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് ഭയങ്കരമായിട്ട് ശരിക്കും അന്ന് ഈ പറഞ്ഞ യാത്ര തുടങ്ങുമ്പോഴുള്ള ഒരു ഫീൽ ഭയങ്കര കാരണം പൊളി. നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടെ ഒരു ഭയങ്കര ഞങ്ങ 11 പേര് അതിൽ കയറുമ്പോ തന്നെ അറിയാൻ പറ്റും. എനിക്കും 9 പേരൊക്കെ കയറാൻ പാടില്ല. ഇവരായിട്ട് പ്രസാദായിട്ട് ഞാൻ കണ്ട് പരിചയമില്ല. പക്ഷെ എന്റെ ഒരു കൂട്ടുകാരന്റെ സുധുറൊപ്പം പഠിച്ചത് സായിനെന്ന് വെച്ചാല് ഞങ്ങള് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ് ഞാനും പ്രസാദമായിട്ട്. ഞങ്ങള് ഇതേപോലെ ഒരു കല്യാണ പരിപാടി ഒരു കല്യാണ പരിപാടിക്ക് ചെല്ലുമ്പോഴാണ് അന്ന് ചെല്ലുമ്പോ പ്രസാദം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞ ഇന്ന പോലെയാണ് അവൻ ഇങ്ങനെ വണ്ടി ഓടിക്കണാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാ അവൻ്റെ അടുത്ത് ഉണ്ടാവും നോക്കിയിട്ട് പറയാന്ന് പറയും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ വർക്ക് ചെയ്യണവൻ്റെ അയൽവാസിയാണ് പ്രസാദ്. അപ്പൊ അവനെ വിളിച്ചപ്പോ ഓക്കെ പ്രസാദ് സൂപ്പറാ എന്ന് പറഞ്ഞു. പ്രസാദേട്ടൻ അല്ലെങ്കിലും സൂപ്പറാ. അതിനകത്ത് ഒരു ട്രാവലറാണ് ഇവര് ചോദിച്ചത് ആദ്യം. ഇത്ര ആള് 11 പേരുണ്ടല്ലോ, ഡ്രൈവറും കൂട്ടി 11 പേര്. 10 പേർക്ക് ശരിക്കും ആ വണ്ടിക്കകത്ത് കയറാൻ പറ്റൂല. ഒരു 9 പേര് 9+1 ഇതിനകത്ത് വണ്ടിയുടെ കപ്പാസിറ്റി. പിന്നെ ഞങ്ങള് 10 പേര് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ആ വണ്ടിക്കകത്താണ് കയറി പോയത്. ഇത്ര മണ്ണൊന്നുമില്ലായിരിക്കും. ഇത്രയും ഇതൊന്നുമില്ല. പഴയ ഫോട്ടോ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ഫോട്ടോ കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും. കാണിക്കൂലേ അത് ഞങ്ങൾ എങ്ങനെയുണ്ട് എല്ലു പോലെ പിന്നെ ആ മരമൊക്കെ ഞങ്ങൾ ഒറിജിനലായിട്ട് കൊക്കലോട്ട് ചാരിങ്ങനെ മരത്തേക്ക് കയറിയിരിക്കണായിരുന്നു. ഇത് ഇവര് സെറ്റ് ഉണ്ടാക്കിയാണ് ഇവര് സിനിമക്കാര്. ആ സെറ്റ് ഒറിജിനലായിരുന്നത് ഞങ്ങൾ കയറിയിരിക്കണ മരം. ആ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇങ്ങനെ ജസ്റ്റ് ഇന്നലെ ഇവര് പിന്നെ ടൂർ കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കണ ഫോട്ടോസ് ഉണ്ടല്ലോ എല്ലാം കൂടെ. ശരിക്കും അങ്ങനെ ഫോട്ടോസ് നിങ്ങൾ കൊടുത്ത് സീച്ച് എടുത്ത സംഭവല്ലേ? അന്ന് ടൂർ പോയപ്പോൾ ഫോട്ടോയാണത്. നിങ്ങളെ സിനിമ ചന്തുവിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നോ? ചന്തുവിനെ ഈ കൂട്ടത്തിൽ കണ്ടായിരുന്നോ? സെയിം അല്ലേ? ആരോടും അധികം സംസാരിക്കൂല. അല്ല അവിടെ ഇരുന്നപ്പോഴും ഒറ്റയ്ക്ക് അതങ്ങനെ ഞങ്ങൾ കൂടുതൽ ഏറ്റവും വലിയ ഹീറോ ഉണ്ടാവും. ഇപ്പൊ സന്തുവിന്റെ ഒരു പഞ്ച് ഡയലോഗിലാണ് മൊത്തം തിയേറ്റർ മാറുന്നത്. അത് സിനിമ അത് ഞങ്ങളുടെ പണ്ടോട്ടുള്ള സാധനമാണ്. നരമ്പ് കയ്യിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ലെന്ന്. സിനിമ കാണും. സിനിമ കാണുമ്പോൾ ആ സിനിമ കാണണം. അത് ആ പഞ്ച് കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ സിനിമ കാണണം. ഇപ്പൊ ചന്ദ്രേട്ടാ ഏറ്റവും സൈലന്റ് ആയിക്കണ ആളാണ്. പൊളിക്കൽ ചന്തോട് എന്തെങ്കിലും പറഞ്ഞോ? കാണാൻ ഇച്ചിരി കൂടുതലുണ്ട്. വേറെ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. അത് അവര് ചെയ്തേക്കണത് ഞങ്ങളായിട്ട് തന്നെ അഭിനയിച്ചേക്കണ ഓരോരുത്തരായിട്ട് ജീവിച്ചേക്കണ അവര്. ചന്തുവാണ് ചെയ്തേക്കണ റോള്. സന്തോഷം അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അഭിനയം കാണാൻ പറ്റുന്ന ഹാങ്കറായിട്ട് സിനിമയില് പോലീസുകാരും അല്ലെങ്കിൽ തമിഴ് ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ശരിക്കും നിങ്ങൾ അവിടെ കണ്ട ഒരുപാട് പേരുടെ മുഖം ഓർപ്പിച്ചെന്ന് നിങ്ങൾ പറഞ്ഞ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ക്യാരക്ടേഴ്സ് കണ്ടപ്പോ എന്താ ഒരു ഫീൽ ചെയ്ത്? ശരിക്കും അവര് ഇന്നലെ ഞങ്ങളുടെ ഒപ്പം പടം കാണാനുണ്ടായി.
ആ ക്യാരക്ടേഴ്സ് ചെയ്ത തമിഴ് ആക്ടേഴ്സ് ഇന്നലെ നമ്മുടെ കൂടെ ഷോ കാണാനുണ്ടായി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാസ്റ്റിങ്ങിന് നമ്മളെ ഈ സിനിമയായിട്ടല്ല നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യണം. നമ്മൾ നേരിട്ട ഇൻസിഡന്റ് കണ്ട രീതിയിൽ തന്നെയാണ്. അപ്പൊ അന്ന് അവിടെ വെച്ച് കണ്ട മുഖങ്ങളാണ് നമുക്ക് ഇവരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. മീശ പറയണെങ്കിൽ മീശ അടി കിട്ടിയാൽ പോലീസുകാരനെ കേറുമ്പോ തന്നെ ഒരു ഫസ്റ്റ് കയറുമ്പോ തന്നെ പോലീസ് സ്റ്റേഷൻ കയറുമ്പോ തന്നെ അല്ല പോലീസ് സ്റ്റേഷൻ കയറുമ്പോ തന്നെ ഒരു മീശ കാണിക്കുന്നുണ്ട് പോലീസുകാരനെ. അത് ഞാൻ കറക്റ്റ് ആ പോലീസുകാരെ അത് ആ കറക്റ്റായിട്ട് എനിക്ക് ആ സാധനം കിട്ടി. അത് അടി ഓർമ്മ അത് കിളി പറഞ്ഞു പോലേട്ടാ. അല്ല ഇപ്പൊ നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് അല്ലെങ്കിൽ കോസ്റ്റൽ ഗാർഡ് നെപ്പോളിയന്റെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ അത് ഒറിജിനൽ ആയിട്ട് അവിടെ ഉണ്ടായ ചായക്കടക്കാരൻ അതൊക്കെ തന്നെയാണ് അത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ അകത്ത് ഇപ്പൊ രണ്ടുപേരില്ല. ഒന്ന് ഒരാളുടെ പേര് അനിൽ ജോസഫ്, അബുദാബിയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഖത്തറിൽ വർക്ക് ചെയ്യണം, എയർപോർട്ടിൽ വർക്ക് ചെയ്യണം. ഒരാള് ജിൻസൺ, അനിൽ ജോസഫിന്റെ ചെയ്ത് അഭിരാം രാധാകൃഷ്ണൻ റോളിൽ, ജിൻസന്റെ ചെയ്ത് വിഷ്ണു രഘുവാണ്. ജിൻസൺ പാടില്ലാതെ വീട്ടിൽ കിടക്കുന്നത്. രണ്ടുപേരുടെ കാര്യം ചോദിച്ചോ. അല്ല ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിൽ ഇപ്പൊ ടൂറിസ്റ്റ് ഗൈഡ് ആണ് നിങ്ങളോട് വന്നിട്ട് പറയണ ഇങ്ങനെയാണ് ഗുണാക്കേവിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് എന്ന് പറയണ ടൂറിസ്റ്റ് ഗൈഡ് ആയിരുന്നു ഡൊമിനിക്. ഗൈഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞങ്ങ തന്നെ ഇറങ്ങിപ്പോയി. അതായത് കുറെ പേര് അവിടെ നിന്ന് കേറി വന്നിട്ട് ഞങ്ങ തന്നെ ഇറങ്ങിപ്പോയതാ. ഇപ്പൊ ഒരു കട നടത്തുന്ന ആളുകളില്ലേ, ആ പുള്ളിയാണ് ഞങ്ങളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നാണ്. ഇവിടുത്തെ ആ കുഴിനെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളും അതിന്റെ എന്തോരം ആഴമുള്ള കുഴിയാണ്, അതിന്റെ പേടിപ്പിക്കുന്ന ഇതൊക്കെ പറയുന്ന ആ പുള്ളിയാണ് ശരിക്കും ഞങ്ങൾക്ക് പറയുന്നത്. അല്ല ശരിക്കും ആരാ കമലഹാസൻ ഫാനിനകത്ത്? എല്ലാവരും കമലഹാസൻ ഫാൻസ് ആണ്. ഞങ്ങളുടെ ആ ചെറുപ്പകാലത്തെ പ്രായത്തിലാണ് ഈ ഗുണ മറ്റേ സിനിമ കാണുന്നതും. അപ്പൊ ആ പാട്ട് സീനൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു ദിവസം അവിടെ പോകണം. നമ്മള് ഗുണ സിനിമ കാണുമ്പോഴൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവിടെ പോകണം, അത് കാണണം എന്നൊക്കെയാണ് പണ്ട് തുടങ്ങി ചെറുപ്പം മുതലുള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ സുധി 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അപ്പൊ സുധിയാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്, അവിടെ ഗുണാക്കേവ് കാണാം, അവിടെ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. സുഭാഷിന്റെ വീട്ടില് ഫസ്റ്റ് കാണിക്കുമ്പോ കമലഹാസന്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഉണ്ടായിരുന്നു ശരിക്കും വീട്ടില് മുമ്പ്? പണ്ട് കമലഹാസന്റെയും രജനീകാന്തിന്റെയും ഫോട്ടോ അന്ന് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പോലെ നെറ്റ് ഇതൊന്നും ഇല്ല. അന്ന് നാനാ ചിത്രഭൂമിയൊക്കെ ഉണ്ട്. ഈ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോ ഇവിടെ സൂപ്പർ സ്റ്റാർസിന്റെ അതൊക്കെ മേടിച്ച് ഒട്ടിച്ചു വെക്കല എന്നുള്ളതാണ് ഞങ്ങളുടെ ഹോബി. അന്നത്തെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കര ഈ ഫ്രീക്ക് ലുക്കുള്ള ആരായിരുന്നു ശരിക്കും? ഭയങ്കര പഴയ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാൽ മതി. അതെ, പഴയ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ തന്നെ ലുക്ക് എന്ന് തോന്നണത്. ലുക്ക് പുതിയ എല്ലാരും ഫ്രീക്കന്മാരായിരുന്നു. അതാണ് സംഭവം. ഫോട്ടോത്തില് ആ ചുവന്ന ബനിയനും ഇതും എടുത്ത കൂളിംഗ് ഗ്ലാസും പറ്റിക്കുന്ന ഫോട്ടോ വേറെ സാധനം കൂടി വെക്കണ്ട പറയണ. ചുമന്ന ടീഷർട്ടും ഗ്ലാസും പിന്നെ വേറൊരു സാധനം കൂടി വെക്കണ ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ ഇട്ടേക്കുന്ന ഫോട്ടോ ജീൻസ്. അല്ല കൂട്ടത്തില് കുറച്ചുകൂടെ സീരിയസ് പറഞ്ഞ ചന്തുവിന്റെ ക്യാരക്ടർ ഏതാ? സീരിയസ് അല്ല, ചന്തു സൈലന്റ് ആണ്. ജീവിക്കണേണ്. കുറച്ചേരം കമ്പനി അടിച്ചു നോക്കും, ഇങ്ങനെ ഒരു പിച്ചൊക്കെ തരും. പിന്നല്ലേ നമ്മ അവിടെ ഇരിക്കണ ഒരു കല്ലിനൊക്കെ വയ്യ അങ്ങടെ എറിഞ്ഞു തരും, തലക്കിട്ടൊക്കെ കൊണ്ടല്ലേ. പിച്ചൊക്കെ തരും. എല്ലാരും ഇപ്പൊ ഇന്നലെ തൊട്ട് അങ്ങനെയല്ലേ വിളിക്കണേ? ഏറ്റവും കൂടുതൽ ഏറ്റവും നിഷ്കളങ്കനാണ്. അല്ല കൂടുതൽ കുറച്ച് ഈ പറഞ്ഞ സീരിയസ് കുട്ടേട്ടനാണ്. അങ്ങനെ എല്ലാരും ഒരേപോലെ വർണ്ണം അടിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹത്തോടെ പറഞ്ഞാലേ ഒരു പെഗടിക്കുള്ളൂ. കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും ലൗഡ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഓണായി എടുക്കണത് നമുക്കറിയാം. ഇവിടെ ഒരാളുള്ളൂ. നിങ്ങൾ പടം കണ്ടായിരുന്നോ? പടം കണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു? കാരണം വീട്ടിൽ കണ്ടിട്ട് കൊച്ചി പേടി ഇപ്പോഴും മാറിയിട്ടില്ല.
രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കൊച്ചി 2006 ഈ സംഭവം നടന്നാണല്ലോ. അപ്പൊ ഈ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് കഥകൾ മാത്രം നമ്മൾ വീട്ടിലൊന്നും പേടിച്ചിട്ട് പറയായിരുന്നോണ്ട് ഇപ്പൊ ഈ കണ്ടു കഴിഞ്ഞപ്പോ അമ്മയൊക്കെ വൈഫും ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഇങ്ങനെയായിരുന്നു ചേട്ടാ, ഇങ്ങനെ ഇത്രയൊക്കെ സംഭവിച്ചാന്നൊക്കെ ചോദിക്കണവര്. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഇതുണ്ടായിരുന്നാന്ന് പറഞ്ഞത്. അതാണ് അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ടൂറ് പിന്നെ പോകാൻ പറ്റുമെന്ന് ആരോടും പറഞ്ഞില്ല. എന്താണ് ഞങ്ങക്ക് വീണ്ടും ടൂർ പോകണമെങ്കിൽ ഈ സംഭവം പറഞ്ഞാൽ ആരും വിടൂലല്ലോ, വീട്ടിൽ നിന്ന് വിടൂല. അപ്പൊ ആ സംഭവത്തില് ആരോടും പറഞ്ഞില്ല. പിന്നെ ഒരു മാസം അവിടെ നിന്ന് പത്രമൊക്കെ അടിച്ച് ഇവിടെ വന്നപ്പോഴാണ് മഞ്ഞുമൽ പള്ളിയിലോട്ട് ഒരു മാസം കഴിഞ്ഞു അറിയാൻ വേണ്ടി. ഒരു മാസം അവിടെ നിന്ന് വന്നിട്ടായിരുന്നു. കുട്ടേട്ടനുള്ള ശരിക്കും ഇതിനകത്ത് പോയി ഇങ്ങനെ വിളിച്ച് കൊണ്ടുവരുന്നു സുഭാഷിനെ ഇങ്ങനെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ അന്ന് ഇങ്ങനെ ചെറിയ പരിക്കുകളോട് അല്ലെങ്കിൽ പരിക്കുകളോടുകൂടെ തന്നെയാണ് നാട്ടിലേക്ക് തന്നെ. അപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാരും ചോദിച്ചില്ല എന്ത് പറ്റി ചോദിച്ചപ്പോ നമ്മ പറയണത് ചെറിയ പാർത്തായിട്ട് വീടെന്നാ പറയണത്. എല്ലാവരുടെ അടുത്തും പറയണതും ചെറിയ കുഴിയിൽ വീണെന്നാണ്, ചെറിയ പാറ തട്ടി വീഴുന്ന. ക്യാൻസർ അല്ല, നിങ്ങൾ അടുത്ത ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞില്ല? അപ്പൊ ഈ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരോടും പറഞ്ഞില്ല, ആരോടും എല്ലാരും പറഞ്ഞത് ഈ പറഞ്ഞ എന്ത് കുഴിയാണ് അതൊന്നും അവർക്ക് അറിയില്ലല്ലോ. വെള്ളത്തിന്റെ ഇടയിൽ വീണോ രക്ഷിച്ച് അങ്ങനെയൊക്കെ അത്ര അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്റെ ട്രാവൽസിൽ പോലും പറഞ്ഞില്ലേ സംഭവം. പറഞ്ഞു ഇനി വേറെ വണ്ടി തന്നില്ലെങ്കിലും ഇനി ഓടിക്കാൻ തന്നെ വേറെ ആളെ ഏൽപ്പിച്ചാലോ, ഡ്രൈവറെ ഏൽപ്പിച്ചാലോ, അതൊന്നും പറഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല ഞങ്ങള്. പിന്നെ പുള്ളി വന്നിട്ടുണ്ടായി സിനിമ, പുള്ളി വൈഫ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്കിപ്പോ വേറെ ജോലി കിട്ടിയല്ല. അല്ല സുഭാഷേട്ടാ, ഇപ്പൊ വീട്ടില് വന്നൊരു വീട്ടില് വന്നിട്ട് ശരിക്കും അല്ല അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഒരു 6 മാസത്തോളം ആയുർവേദ ചികിത്സയായിരുന്നു. ലിസി പോയി അതുകൊണ്ട് ആയുർവേദം അവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ 6 മാസം ചികിത്സ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയ ട്രിപ്പ് എവിടെ ശരിക്കും? അത് കഴിഞ്ഞിട്ട് പോയ ട്രിപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾ അതെ, കൂടുതലും മൂന്നാറാണ് പോയേക്കണത് പണ്ടേ. രാത്രി തീരുമാനിച്ചാൽ പിറ്റേ ദിവസം രാവിലെ പോകും. അല്ല അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു ഫോട്ടോ ഈ അടുത്ത് ഉണ്ടായിരുന്നല്ലോ, 17 വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പൂജക്ക് വേണ്ടി ഫോട്ടോ കണ്ടത്. പൂജക്ക് വിളിച്ചാണ് അപ്പോഴാണ് ശരിക്കും കൊടയെ കാണുന്നത്. ഗുണയുടെ ഫോട്ടോ അവന അപ്പോഴാണ് അത് സുഭാഷ് ഭയങ്കര പേടിയായിരുന്നു. സുഭാഷ് എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ എന്നുവെച്ചാൽ 6 അത് എനിക്ക് കുറച്ച് പേടിയുണ്ട്, ഞാൻ കുഴപ്പമൊന്നുമില്ല, അത് ഉള്ളോട്ട് കൊള്ളണം പുറത്തല്ലേ, എന്നാലും അവന് ഭയങ്കര ഭയപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് കാണല്ലേ സുഭാഷ്? ഓക്കെ അല്ലേ? ആദ്യമായിട്ട് കാണണല്ല, ഒരു പ്രാവശ്യം നമുക്ക് ഇത് വീട് ഒരു അപകടം പറ്റി, രണ്ടാമതിൽ നമുക്കൊരു ഭയം കണ്ടിട്ടില്ല അല്ലേ, കാണുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവും. ഇതാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കൂലേ, സെയിം ഫീലിംഗ്. അല്ല ഈ സെറ്റിൽ പോയപ്പോ എന്തായിരുന്നു ഈ ഗുണാക്കേന്റെ ഉള്ളില് ഞങ്ങളാരും അധികം പുറം ലോകം കാണാത്തൊരു സംഭവമാണല്ലോ. അപ്പൊ നിങ്ങള് കണ്ടിട്ടുള്ള ഒരു സംഭവം സെറ്റ് കണ്ടപ്പോ എന്താ തോന്നി? കൊടൈക്കനാല് തന്നെ വേറെ ഒരു വ്യത്യാസമില്ല, അതേപോലെ തന്നെ സെറ്റിന്റെ ഉള്ളിൽ കയറിപ്പില്ലേ ഞങ്ങള് സെയിം സാധനം അവരവിടെ ഇട്ട് വെച്ചേക്കുന്നു. അജയൻ ചേട്ടൻ അജയൻ ചേട്ടൻ കറക്റ്റ് സെറ്റില്ലേ. അജയൻ ചേട്ടൻ 2-3 പ്രാവശ്യം പോയെന്ന് പറഞ്ഞു ഗുണിയില്. സെറ്റ് അടിപൊളി. അജയൻ ചേട്ടൻ ഇതില് സിനിമയിൽ ഏറ്റവും സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ അജയൻ ചേട്ടനാണ്. പിന്നെ മ്യൂസിക് സൂപ്പർ, അടിപൊളി. ഡയറക്ടർ സിദ്ധു ഡയറക്ടർ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മാറ്റിയിട്ടുണ്ടല്ല, മാറ്റി സെക്കൻഡ് പാർട്ട് മഞ്ഞുമൽ ബോയ്സ് 2.
അല്ല ശരിക്കും ഗുണാക്കേന്റെ ഉള്ളിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി വെച്ചായിരുന്നു. അത് പറയരുത്. അത് ഞങ്ങളുടെ ട്രേഡ് മാർക്കാണ് പറയുന്നത്. അത് കട്ട് ചെയ്ത് തരാം കട്ട് ചെയ്യണോ അത്? അല്ല അത് ഞങ്ങൾ പറയില്ല. പറയില്ല. അല്ല, അത് ഇത് പറയുന്നത് നുണയാണെന്ന് ഞങ്ങൾ പറയില്ല. അതൊക്കെ നിങ്ങള് സിനിമ ടൈറ്റിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ സാധനമാണല്ലോ അത്. എഴുതിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ആ രഹസ്യം ഞങ്ങളിലൂടെ പോട്ടെ. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ആൾക്കാര് ഫസ്റ്റ് കണ്ടു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുകാര് ശരിക്കും എന്തായിരുന്നു ഒരു ഹോണസ്റ്റ് റിയാക്ഷൻ ഗ്രൗണ്ട് റിയാലിറ്റി ഭയങ്കരമായിട്ട് പേടിച്ച് പറിച്ച് എന്റെ വീട്ടുകാർ ഇതുപോലെ കണ്ടപ്പോൾ കരച്ചില്ല. എല്ലാരും കരഞ്ഞു, ഞങ്ങ കരഞ്ഞു, പിന്നെ അവര് കരയാണ്ടിരിക്കോ? ഞങ്ങ റിയൽ ആയിട്ട് ഞങ്ങ കരഞ്ഞു പോയി. അപ്പൊ ഞങ്ങളുടെ അനുഭവം കാരണം ഇപ്പൊ പറഞ്ഞില്ലേ കൊച്ചുങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അത് കണ്ടിട്ട്. അവർക്ക് പേടിയായിരുന്നു. കാരണം അവരടുത്ത് കഥ നമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് അത്ര റിയാലിറ്റി അവർക്ക് അറിയാൻ വിഷ്വലി കണ്ടപ്പോഴും അവർക്ക് ആ ഒരു പേടിയില്ലേ, ആ ഉള്ളിൽ ഇങ്ങനെ കിടക്കാണ് പിള്ളേർക്ക്. ചോദിച്ചില്ലേ നീ ശരിക്കും ഇത്രയും ഈ പറഞ്ഞ പോലെ വലിയൊരു റിസ്ക് അല്ലേ നീ എടുത്തേ ചോദിച്ചില്ലേ? അതാ പറഞ്ഞത്, പിള്ളേര് ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ട്. അവര് ആ ന്യൂസ് ഉണ്ടല്ലോ, പഴയ ന്യൂസുകൾ ഇടക്കിടക്ക് വായിക്കും എന്റെ മൂത്ത മോള്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കണത്, ഇടക്കിടക്ക് വായിക്കാറുണ്ട് അത് ന്യൂസ്. പക്ഷെ അവള് അപ്പോഴും ഇങ്ങനെ മനസ്സിലായില്ല. പക്ഷെ ഈ സിനിമ കണ്ടപ്പോല്ലേ അവള് കൊറേ കരഞ്ഞെന്ന് പറഞ്ഞത് കണ്ടപ്പോ. സുഭാഷേട്ടാ വീട്ടിലെന്താ ഇങ്ങനെ പറഞ്ഞ? വീട്ടിലെന്താ പറഞ്ഞേ? സിനിമ കണ്ടിട്ടാണോ? സിനിമ കണ്ടിട്ട് അമ്മക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അമ്മച്ചി കരച്ചിലായിരുന്നു, ബഹളമായിരുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ ചെന്നപ്പോ എന്നെ ഇന്നലെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് രൂപയൊക്കെ തന്നിട്ടാണ് അമ്മ കിടന്നുറങ്ങിയത്. ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് എല്ലാവിധ ആശംസകളും നേരാണ്. ഒരുപാട് പേര് ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ട് സിനിമ. വലിയ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ പല ഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട്. തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിൽ കുറെ പേര് സിനിമ കണ്ട് വലിയ രീതിയിലുള്ള കമന്റുകളും അല്ലെങ്കിൽ കുറിപ്പുകളും കുറച്ച് എഴുതുന്നുണ്ട്. നിങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ പലരിലേക്കും എത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഒരുപാട് നാളെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. ഭാവിയിലേക്ക് എല്ലാവരും സിനിമ കാണണം. ഇത് വലിയ വലിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. സിനിമ കണ്ടിട്ട് ഇന്റർവ്യൂ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.